നല്ലേപ്പള്ളി സ്കൂളിൽ ക്രിസ്മസ് കരോൾ തടസ്സപ്പെടുത്തിയ VHP പ്രവർത്തകരുടെ നടപടിയിൽ പ്രതികരണവുമായി സന്ദീപ് വാര്യർ. സംഭവത്തിൽ BJP നേതൃത്വത്തിന് പങ്കുണ്ട് എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. ക്രൈസ്തവരെ ആക്രമിക്കാനും അവരുടെ വിശ്വാസങ്ങളെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും ഒരു സ്കൂളിൽ കുട്ടികൾ വളരെ നിഷ്കളങ്കതയോടെ നടത്തിയിട്ടുള്ള ഒരു കരോളിനെ പോലും ആക്രമിക്കാനുള്ള സംഘപരിവാറിൻ്റെ ശ്രമം ഇത് കേരളത്തിൽ നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. ഇരകളോടൊപ്പം ഓടുകയും അതേസമയം വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുക എന്ന സമീപനമാണ് ഇക്കാര്യത്തിൽ BJPക്കുള്ളത്. ഈ നിമിഷം വരെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ അതിക്രമത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അത് സൂചിപ്പിക്കുന്നത് തന്നെ BJPക്ക് ഇക്കാര്യത്തിൽ നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഈ ആക്രമിച്ച അക്രമത്തിന് നേതൃത്വം നൽകിയ പ്രതികളിൽ രണ്ടുപേരും BJPയുടെ മുൻ ഭാരവാഹികളും സജീവ പ്രവർത്തകരുമാണ്. മൂന്നിൽ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം BJPയുടെ നേതൃത്വം നടത്തിയിട്ടുണ്ട്. ഇവർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകളിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. പാലക്കാട്ടെ സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറുമായി വളരെ അടുപ്പമുള്ള ആളുകളാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള രണ്ടുപേരും. കേരളത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് തട്ടാൻ വേണ്ടി സാമുദായിക സൗഹാർദ്ദം അട്ടിമറിക്കാൻ വേണ്ടി ഏറെക്കാലമായി BJP ശ്രമം നടത്തി വരികയാണ്. ക്രൈസ്തവ സഹോദരങ്ങൾക്കിടയിൽ മറ്റ് ഇതര സമുദായങ്ങളുമായി ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള നുണപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ ഒരു വശത്ത് കൂടി ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, ക്രിസ്മസ് നക്ഷത്രം തൂക്കുന്നത് സംബന്ധിച്ച് അത് തൂക്കാൻ പാടില്ല, ഹിന്ദു ഭവനങ്ങളിൽ ക്രിസ്മസ് നക്ഷത്രം തൂക്കാൻ പാടില്ല, മകരനക്ഷത്രമാണ് തൂക്കേണ്ടത് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ. ആ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ V. മുരളീധരനുമായി അടുത്ത ബന്ധമുള്ള V. മുരളീധരൻ്റെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകളിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന ഒരു വനിതയാണ്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.